ഹലോ ഫ്രണ്ട്സ്, സ്റ്റോക്ക് മാർക്കറ്റ് ലവേഴ്സിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഫ്രണ്ട്സ്, ഇന്നത്തെ മാർക്കറ്റ് ക്വിക്ക് റിവ്യൂ. നിഫ്റ്റി ക്ലോസ് ചെയ്ത് 12,969 18 പോയിൻറ്റ്സിൻ്റെ ലോസോടുകൂടി. സെൻസെക്സ് ക്ലോസ് ചെയ്ത് 44,149 110 പോയിൻറ്റ്സിൻ്റെ ലോസോട് കൂടിയിട്ട്. ബാങ്ക് നിഫ്റ്റി ക്ലോസ് ചെയ്ത് 29,609 ആൻഡ് 59 പോയിൻറ്റ്സിൻ്റെ ഗെയിനോട് കൂടിയിട്ട്. നിഫ്റ്റിയുടെ ഇന്നത്തെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ പ്രീവിയസ് ക്ലോസിംഗ് വാസ് 12,987 ആൻഡ് ഇന്നത്തെ ഓപ്പണിംഗ് 13,012. ഒരു മൈൽഡ് ഗ്യാപ്പ് അപ്പ് ആൻഡ് ഡേ ഹൈ വെൻറ്റ് ടുഡേ 13,035. അത്ര ഒരു വലിയൊരു ഹൈ ആയിട്ട് പറയാനില്ല. അതേസമയം ഡേ ലോ വെൻറ്റ് 12,914 ആൻഡ് 18 പോയിൻറ്റ്സിൻ്റെ ലോസോട് കൂടിയിട്ട് 12,968 ക്ലോസ് ചെയ്തു. ആൻഡ് ഇന്നത്തെ മാർക്കറ്റ് ഒരു റിയലി ബോറിങ് മാർക്കറ്റായിരുന്നു. ബിക്കോസ് ഒരു വോളറ്റൈൽ, ഒരു ഫ്ലാറ്റിഷ് കൈൻഡ് ഓഫ് സെഷനായിരുന്നു ഇന്നത്തെ മാർക്കറ്റ്. സോ ആൻഡ് എന്താ പറയുക, ചോപ്പി സോ യുനോ അങ്ങോട്ടും വിടില്ല ഓപ്പറേറ്റർ, ഇങ്ങോട്ടും വിടില്ല ഓപ്പറേറ്ററുടെ ഗെയിം യുനോ. സോ ദാറ്റ്സ് വൈ ഞാൻ പറഞ്ഞത് ബോറിങ് മാർക്കറ്റ്. മോറോവർ ഫ്രണ്ട്സ്, മാർക്കറ്റ് ഈസ് ഓവർ എക്സ്റ്റെൻഡ്. ഇറ്റ്സ് ഓൾറെഡി ഓവർ എക്സ്റ്റെൻഡ് എക്സ്ട്രീംലി, അതൊരു സംശയം വേണ്ട. സോ അതാണ്, ഒരു വണ്ടി വളരെ പതുക്കെയാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ മാർക്കറ്റ് അതിന് വളരെ വലിയൊരു ഉദാഹരണമാണ്. നമുക്കൊരു ചോപ്പി, നമുക്ക് കൈൻഡ് ഓഫ് യുനോ ഒരു വോളറ്റൈൽ എന്ന് പറയാനും പറ്റില്ല, എന്നാൽ വോളറ്റാലിറ്റി ഉണ്ട് താനും. ഓക്കെ, and some stocks are done very well today. അതേസമയം മിഡ് ക്യാപ്പും അവരെല്ലാവരും അവരുടെ ഭാഗം വളരെ ഭംഗിയായി കാഴ്ചവെച്ചിട്ടുണ്ട്. ബട്ട് ഹെവി വെയ്റ്റ്സ് ആൻഡ് ലൈക്ക് ബാങ്കിങ് സെക്ടർ ആൻഡ് ഓൾ, അവരുടെയൊക്കെ ഒരു ന്യൂട്രൽ മോഡിൽ തന്നെയാണ് നിൽക്കുന്നത്. സോ നമ്മളെപ്പോലുള്ള ട്രേഡേഴ്സും ഒരു ന്യൂട്രൽ മോഡിൽ തന്നെ നിൽക്കേണ്ട ഒരു സമയം തന്നെയാണെന്ന് ഞാൻ വിചാരിക്കുന്നു. പിന്നെ പ്രത്യേകമായിട്ട് പറയാനുള്ളത് ഫ്രണ്ട്സ്, റിമൈൻഡറാണ്, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അത് മറക്കണ്ട. ഇപ്പം തന്നെ ആ സബ്സ്ക്രൈബ് ബട്ടണിന് അമർത്തിക്കോളും. ഓക്കെ, അതുകൊണ്ടൊന്നും നഷ്ടപ്പെടാനില്ല കേട്ടോ. ധൈര്യമായിട്ട്, മാർക്കറ്റ് നാളെ ഉണ്ടാവും, മറ്റന്നാളും ഉണ്ടാവും. ഓക്കെ, സോ പ്ലീസ് ഡോണ്ട് ഫോർഗെറ്റ് ടു സബ്സ്ക്രൈബ് മൈ ചാനൽ, ഹിറ്റ് ദ ലൈക്ക് ബട്ടൺ റൈറ്റ് നൗ. താങ്ക് യു. അങ്ങനെയാണ് ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ വരുന്നത്. സോ ട്രേഡേഴ്സ് ബി കെയർഫുൾ ആൻഡ് ഒരു ന്യൂട്രൽ മോഡിൽ നിൽക്കുകയായിരിക്കും ഏറ്റവും ബെസ്റ്റ്. ബിക്കോസ് ഫ്രണ്ട്സ്, ഇപ്പോൾ മാർക്കറ്റ് ശരിക്കും പറയുകയെന്നുണ്ടെങ്കിൽ ഒരു കറക്ഷൻ മോഡിലേക്ക് തന്നെയാണ് പോകുന്നത്. ഒരു ലാർജ് കറക്ഷൻ നമുക്ക് എന്തായാലും പ്രതീക്ഷിക്കാം വെരി സൂൺ. അതെന്ന് സംഭവിക്കുമെന്ന് ഓഫ് കോഴ്സ് നമുക്കത് പ്രെഡിക്റ്റ് ചെയ്യാനൊന്നും പറ്റില്ല. ഓക്കെ, but there will be a correction. Market looking for a correction and it will correct. സംശയം വേണ്ട. സോ അതിനുള്ളൊരു പ്രിക്കോഷൻ, ഓക്കെ, അതിനുള്ളൊരു തയ്യാറെടുപ്പ്, അല്ലെങ്കിൽ അതാണ് കോൺഷ്യസ് ആയിട്ട് ഇരിക്കണമെന്ന് പറയുന്നത് എൻ്റെ മെയിനായിട്ടുള്ള ഉദ്ദേശം. സോ ദിസ് ഓൾ എക്സ്പീരിയൻസ് കറക്ഷൻ ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഇസ് ബെസ്റ്റ് തിങ്. ഓക്കെ, നമുക്ക് ഡിപ്പിൽ പോയിട്ട് ബൈ ചെയ്തിട്ട് അവിടെയാണ് പൈസ ഉണ്ടാക്കുന്നത് ശരിക്കും പറയുന്നുണ്ടെങ്കിൽ. ഓക്കെ, ഒരു കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ ഷോർട്ട് ചെയ്യുന്നു. സോ കറക്ഷൻ മാർക്കറ്റ് മുകളിലേക്ക് പോയാലും അടിയിലേക്ക് പോയാലും എക്സ്പേർട്സ്, ഓക്കെ, നല്ല ട്രേഡേഴ്സ്, അവർ പൈസ ഉണ്ടാക്കും. ദേ ഡോണ്ട് കെയർ മാർക്കറ്റ് എങ്ങനെയാണ് മൂവ് ചെയ്യുന്നത്. ഓക്കെ, സോ ദേ കെയർ ഓൺലി മാർക്കറ്റ് ഉണ്ടായാൽ മതി, അത്രമാത്രം. ദേ വിൽ മേക്ക് മണി. സോ അങ്ങനെയുള്ളൊരു എക്സ്പീരിയൻസിലൂടെ നേടിയിട്ട് അങ്ങനത്തെ ഒരു ട്രേഡേഴ്സായിട്ട്, എന്താ പറയുക, എക്സ്പേർട്ട് ട്രേഡേഴ്സായിട്ട് മാറാനുള്ള ചാൻസസുകളൊക്കെയാണ് ഇപ്പോൾ മാർക്കറ്റ് തന്നുകൊണ്ടിരിക്കുന്നത്. സോ ബിഗിനേഴ്സ് ഒരു ന്യൂട്രൽ മോഡിൽ നിന്ന് കെയർഫുള്ളായിട്ട് വാച്ച് ചെയ്യുക. ഓക്കെ, ഈ പറഞ്ഞതെല്ലാം ഞാൻ ബിഗിനേഴ്സിന് വേണ്ടി മാത്രമായിട്ട് പറയുന്നതാണ് കേട്ടോ. ആൻഡ് ഇനിയിപ്പോൾ നമുക്ക് ഇൻറ്റേർണൽ പ്രോബ്ലംസ് നമ്മുടെ മാർക്കറ്റിൽ ഒരു ബാഡ് ന്യൂസിനുള്ള സാധ്യതകളായിട്ട് കാണുന്നത്, ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ ഒരു ചെറിയൊരു ബാഡ് ന്യൂസ് ഉണ്ടായാൽ മതി, മാർക്കറ്റ് വിൽ ടേൺ വെരി ക്വിക്ക്ലി. ഓക്കെ, സിറ്റുവേഷൻ അങ്ങനെയാണ്. സോ ദർ വെയിറ്റിംഗ് ഫോർ ഒരു ചെറിയ ന്യൂസിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്ന പോലെയാണ് മാർക്കറ്റിൻ്റെ ഒരു സ്വഭാവം. ആൻഡ് ഇനിയിപ്പോൾ നമുക്ക് റിലീസാവാൻ കിടക്കുന്നത് Q2-ൻ്റെ GDP ഡാറ്റ. ഓക്കെ, പിന്നെ മെയിനായിട്ട് ഇപ്പോൾ കിടന്ന് കളിക്കുന്നത് ഒരു കർഷക സമരം ഉണ്ടല്ലോ, ദാറ്റ് ഈസ്
എക്സ്ക്യൂസ് മീ, അത് ഒരു പക്ഷേ എഫക്റ്റ് ചെയ്യാം മാർക്കറ്റിനെ. അതായത് ഹരിയാനയിൽ നിന്നുള്ള മാർച്ച് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ. ഇപ്പോൾ അടുത്തൊരു 3 ട്രേഡിങ് ഇല്ല, ഓക്കെ, ഓഫാണ് മാർക്കറ്റ്. ആൻഡ് ട്യൂസ്ഡേ വാട്ട് ഈസ് ഗോയിങ് ടു ഹാപ്പൻ നോബഡി നോസ്, ഓക്കെ. അതൊക്കെ നമ്മൾ പ്രതീക്ഷിച്ചിരിക്കണം. ആൻഡ് ഇന്നത്തെ ഒരു നിഫ്റ്റിയുടെ പെർഫോമൻസ് വെച്ച് പെർഫോമൻസിൽ നോക്കുകയാണെങ്കിൽ ഇന്ന് ഫോം ചെയ്തിട്ടുള്ളൊരു ഡോജി പാറ്റേൺ ആണ്, വീക്ക്ലി സ്കെയിലാണ് കേട്ടോ അത്. ആൻഡ് നെക്സ്റ്റ് 2-3 സെഷൻസ് എന്തായാലും ഒരു റേഞ്ച് ബൗണ്ട് മാർക്കറ്റ് ആവാനാണ് സാധ്യത, വിച്ച് ഈസ് 12,750 to 13,150. ആ ഒരു ലെവലിലുള്ള ഒരു മാർക്കറ്റിനെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അത് ഏത് സൈഡിലേക്ക് വേണമെങ്കിലും ബ്രേക്ക് ആവാം, ഓക്കെ. ആൻഡ് ഇന്നത്തെ ഇന്ത്യ വിക്സ് എന്തായാലും ബിലോ 20 മാർക്കിൽ ആയിട്ടുണ്ട്. സോ ഒന്നുകൂടി കൂളായിട്ടുണ്ട് ഇന്ത്യ വിക്സ്. നെക്സ്റ്റ് ഈസ് ബാങ്ക് നിഫ്റ്റി ഇന്നൊരു ഹയർ ലെവലിൽ 29,622 ഓപ്പൺ ചെയ്തത്. ആൻഡ് നിഫ്റ്റിയുടെ പോലെ തന്നെയായിരുന്നു, ഒരു വോളറ്റൈൽ തന്നെയായിരുന്നു മാർക്കറ്റ്. ആൻഡ് ക്ലോസ് ചെയ്തത് 59 പോയിൻറ്റിൻ്റെ ഗെയിനോട് കൂടിയിട്ട്. ആൻഡ് ഇന്നത്തെ ഇൻട്രാഡേ ഹൈ വെൻറ്റ് അപ്പ് ടു 29,716, ലോ ഹിറ്റ് ചെയ്ത് 29,368 ആൻഡ് ക്ലോസ് ചെയ്തത് 29,609. ആൻഡ് ഫോം ചെയ്തിട്ടുള്ളത് ഡോജി പാറ്റേൺ തന്നെയാണ് ഡെയിലി ചാർട്ടിൽ. ഫ്രണ്ട്സ്, ഞാൻ നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു, അതായത് ഒരു ലാർജ് കറക്ഷൻ്റെ എല്ലാ സാധ്യതകളും മാർക്കറ്റിലുണ്ട്. ഫ്രണ്ട്സ്, ഒരു പക്ഷേ എൻ്റെ വ്യൂ റോങ് ആയിരിക്കാം, ഓക്കെ. സോ അത് ബ്ലൈൻഡ്ലി അങ്ങോട്ട് നിങ്ങൾ ഫോളോ ചെയ്യരുത്. ഒരു പക്ഷേ മാർക്കറ്റ് പോയിട്ട് December 31 മുന്നേ തന്നെ 15,000 ഹിറ്റാവും, ഓക്കെ. സോ ഐ പേഴ്സണലി വിഷ് ദാറ്റ്, ഓക്കെ. സോ ഞാൻ എത്രമാത്രം പറയുന്നു, വ്യൂസിനെ അപ്പാടെ കണ്ണടച്ച് ഫോളോ ചെയ്യരുത്. ദാറ്റ്സ് ഓൾ ഗൈസ്. ആൻഡ് സ്റ്റാൻഡേർഡ് ഡിസ്ക്ലൈമർ, ദിസ് ഈസ് ഓൾ മൈ പേഴ്സണൽ വ്യൂസ്. മൈ വ്യൂസ് മേ ഗെറ്റ് റോങ്. Please don't follow it blindly. Consult a financial advisor before you enter the market. And if you made any losses in the market, I am not responsible for that. Friends, FI's data പരിശോധിക്കുകയാണ്. ബൈ വാല്യൂ 74,741 ആൻഡ് സെൽ വാല്യൂ 67,028. നെറ്റ് വാല്യൂ 7,712. 7,712 ബൈങ് ഇന്ന് FIസിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്. അതേസമയം DAസിൻ്റെ ഭാഗത്തു നിന്നുള്ള ബൈ വാല്യൂ 4,875, സെൽ വാല്യൂസ് 9,844 ആൻഡ് നെറ്റ് വാല്യൂസ് -4,968. അതായത് 4,968 സെൽ ഓഫ് DAസിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. ഫ്രണ്ട്സ്, നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റി പ്ലസ് ട്യൂസ്ഡേ ട്രേഡ് ചെയ്യാൻ പറ്റിയ സ്റ്റോക്സ്, അതുമായിട്ട് ഞാൻ അടുത്തൊരു വീഡിയോയിൽ വരാം. സോ ഇന്നേക്ക് ഇത്ര മാത്രം ഫ്രണ്ട്സ്. ടേക്ക് കെയർ, ഹാപ്പി വീക്കെൻഡ്. പിന്നെ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല നിങ്ങൾ കേട്ടോ. അത് വീണ്ടും ഒരു റിക്വസ്റ്റായിട്ട് തന്നെയാണ് പറയുന്നത്. നിങ്ങൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്തോളൂ, ഓക്കെ. പ്ലീസ് ഹിറ്റ് ദ ലൈക്ക് ബട്ടൺ, ഷെയർ ഇറ്റ്. മണി എന്തായാലും അടിച്ചോളൂ. ടിൻ. ടേക്ക് കെയർ, ഗുഡ് നൈറ്റ്.